നമസ്കാരം. വിഷുഫലത്തിൽ വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ ഈയൊരു വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈയൊരു വർഷത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം അതിലെ ദിശാപഹാരങ്ങളും ഇപ്പോഴത്തെ ഗ്രഹപ്പകർച്ചകളും, ഗ്രഹം മാറുകയാണ്, രാഹു, കേതു, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം, തുടർന്ന് ഇപ്പോഴത്തെ നിങ്ങളുടെ ദശാപഹാരം, നിങ്ങളുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നല്ലൊരു ഭാഗ്യാനുഭവം ജീവിതത്തിൽ ഉണ്ടാകുകയും നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷപരമായ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും അതെന്താണ് പ്രശ്നമെന്നുള്ളതും കൂടി എഴുതി അറിയിക്കുക. നമ്മൾ മാസം തോറും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ആ കാര്യവും പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതായിരിക്കും. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നുള്ളതും കൂടി എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടും എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുഫലത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി ഈ ഒരു വർഷം കാണുന്നുണ്ട്. ബന്ധുജന സഹായത്തോടു കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾ അവർ ഈ ഒരു വർഷത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും അല്ലെങ്കിൽ വിജയിക്കുവാനും നല്ല രീതിയിലൊരു കുടുംബജീവിതം ഉണ്ടാകുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബജീവിതത്തിൽ നേട്ടങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെല്ലാം വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ജാതകം തന്നെയാണ്. കടങ്ങൾ വീട്ടുവാനും നിങ്ങൾ പണയം വച്ച സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുവാനും സാധിക്കുന്ന ഒരു വർഷമാണ്. കടബാധ്യത ഏറെക്കുറെ കുറഞ്ഞ് കിട്ടുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കതെല്ലാം വീട്ടുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബിസിനസ്സിൽ നേട്ടം, വിജയം, ധനലാഭം ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രശംസ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവരുടെ അംഗീകാരം മൂലം നിങ്ങൾക്ക് ഒരുപാട് മാനസികപരമായ സന്തോഷം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വാഹനത്തിനോ വീടിനോ ഇവ രണ്ടിനും ഉൾപ്പെടുന്ന അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ വേണ്ടി ധനം ചിലവാക്കേണ്ടി വരും. സഹപ്രവർത്തകർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവർ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന കാര്യങ്ങൾക്ക് വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ കാര്യവും കൈകാര്യം ചെയ്യുക. പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്, അത് പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. കാരണം നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യത്തിന് ഇറങ്ങിയാലും നിങ്ങൾക്ക് പേരുദോഷം കേൾക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു പുരുഷനാണ്, ആണാണ് ഒരു കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. കാരണം സ്ത്രീകളുമായിട്ടുള്ള സംസാരം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത. തിരിച്ച് ഒരു സ്ത്രീയാണ് പൊതുപ്രവർത്തന രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരും ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ച് സംസാരിക്കുകയും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം ധനപരമായ നേട്ടം,
ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. വിനോദയാത്രകൾ പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. ദൂരയാത്രയിലൂടെ നിങ്ങൾക്ക് ലാഭം കൈവരിക്കുവാൻ സാധിക്കും. വിനോദയാത്രയ്ക്കുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വിനോദയാത്ര, തുടർന്ന് തീർത്ഥയാത്ര, ദൂരസ്ഥലം സന്ദർശിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളും സന്തോഷങ്ങളും നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂടെ നടന്ന് കള്ളത്തരം പറയുകയും നിങ്ങളെ അപമാനിക്കുകയും ചെയ്ത വ്യക്തി നിങ്ങളുടെ സുഹൃത്താണ് എന്ന് കരുതി നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അവരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സന്തോഷകരമായ ഒരു കുടുംബജീവിതം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതിപ്പോൾ സ്ത്രീയായാലും ശരി, പുരുഷനായാലും ശരി. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നമുക്ക് അതിജീവിക്കുവാനും നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുകയുള്ളൂ. ധനലാഭം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. ചിലവ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു കഷ്ടത, നിസ്സാര കാര്യങ്ങൾക്ക് കഷ്ടത അനുഭവിക്കുന്ന ഒരു വർഷമാണ്. ജീവിതത്തിൽ എവിടേക്ക് വീഴ്ചകൾ വന്നാലും സ്ഥാനചലനങ്ങൾ വന്നാലും ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് വരികയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വർഷമായിരിക്കും. ഈയൊരു വർഷത്തെ ദോഷഫലങ്ങൾ മാറുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.